ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ മുന്നിൽ 3 ഗ്ലാസ്സുകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും 3 ഗ്ലാസ് ജ്യൂസുമായിട്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്ലാസ്സുകളിലുള്ളതെന്ന് പറയണ്ടേ? നമ്മുടെ വെറൈറ്റി ടൈപ്സ് ഓഫ് ലെമൺ ജ്യൂസുകളാണ്. ഇത് നമ്മുടെ വാട്ടർ മെലൺ ലെമൺ ജ്യൂസാണ്. അതുപോലെ തന്നെ ഗ്രേപ്പ് ലെമൺ ജ്യൂസ് 2 ടൈപ്പ് ഉണ്ട്. ഗ്രീൻ ഗ്രേപ്പ് ലെമൺ ജ്യൂസ് ഉണ്ട്, നമ്മുടെ ബ്ലാക്ക് ഗ്രേപ്പ് ലെമൺ ജ്യൂസ് ഉണ്ട്. ബ്ലാക്ക് ഗ്രേപ്സ് എന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കറക്റ്റ് ബ്ലാക്ക് ഗ്രേപ്സ് അല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് കളർ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രേപ്പ് ലെമൺ ജ്യൂസ് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലെമൺ ജ്യൂസ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 കളറിലെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, 3 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോ ജ്യൂസിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുമ്പോൾ പറയാം. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ മെലനാണ്. വാട്ടർ മെലണിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: വാട്ടർ മെലൺ വേണം, പഞ്ചസാര വേണം, ചെറുനാരങ്ങ വേണം, അതുപോലെ തന്നെ ഇഞ്ചി വേണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് വേണ്ട അളവുകളാണ് കേട്ടോ ഈ പറയുന്നത്. ഒരു നാരങ്ങ മൊത്തത്തിലങ്ങ് സീഡ്സ് റിമൂവ് ചെയ്തിട്ട് പിഴിഞ്ഞ് ചേർക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 3 പീസ്, ഇത്രയുള്ള 3 പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വാട്ടർ മെലന് മധുരമുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് പഞ്ചസാര വേണ്ട. പിന്നെ നമ്മുടെ വാട്ടർ മെലൺ പീസസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് തണുത്ത വെള്ളമാണ്. നിങ്ങൾക്ക് ഐസ് ക്യൂബ് ചേർക്കാം, ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അരിക്കുന്നില്ല കേട്ടോ, അരിക്കാതെ തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം, അരിക്കാതെ എടുക്കണമെങ്കിൽ അരിക്കാതെ എടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർ മെലൺ ലെമൺ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ അടുത്ത ജ്യൂസ് റെഡിയാക്കാൻ പോവാണ്. നമുക്ക് വീണ്ടും ലെമൺ ജ്യൂസ് മിക്സിയുടെ ജാറിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതുപോലെ തന്നെ ഒരു ലെമൺ വീതമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 3 പീസ് ഇഞ്ചി, പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മിൻറ്റ് ലീവ്സ് മുഴുവൻ ആഡ് ചെയ്യാണ്. ഇത് മിൻറ്റ് ലീവ്സ് കുറച്ച് ചേർത്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രീൻ ഗ്രേപ്സ് ആണ് ചേർക്കുന്നത്. മധുരത്തിനനുസരിച്ച് ഇതിലും പഞ്ചസാര ചേർക്കാം. ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർക്കുക, തണുത്ത വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടറും ഐസ് ക്യൂബും ചേർത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് മാത്രം ഒന്ന് അരിച്ചെടുത്തു കേട്ടോ. മിൻറ്റ് ലീവ്സ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടുത്ത ജ്യൂസും റെഡി ആയി കഴിഞ്ഞു. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ജ്യൂസും കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമുക്കിനി വീണ്ടും അടുത്ത ജ്യൂസ് റെഡിയാക്കാം. അപ്പോൾ നമുക്കിതാ നമ്മുടെ ഗ്രേപ്സ്, അതുപോലെ തന്നെ 2 പീസ് ഇഞ്ചി, പിന്നെ നമ്മുടെ ലെമൺ, എല്ലാത്തിലും ലെമണും ഇഞ്ചിയും പഞ്ചസാരയും കോമൺ ആണ്. ബാക്കി നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജ്യൂസുകൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഗ്രേപ്സിൻ്റെ പുളിക്കനുസരിച്ച് അല്ലെങ്കിൽ ഗ്രേപ്സിൻ്റെ മധുരം അനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതുപോലെ ഓരോ വെറൈറ്റി ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ചേഞ്ച് ആണല്ലോ, ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ഇതും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഗ്രേപ്പ് ലെമൺ ജ്യൂസും റെഡി ആയി കഴിഞ്ഞു. ഇതും നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ 3 ജ്യൂസുകളും റെഡി ആയിട്ടുണ്ട്. 3 രീതിയിലുള്ള ലെമൺ ജ്യൂസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളിതിൽ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ്, അല്ലെങ്കിൽ 3ഉം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
മൂന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്തും കൂടി തരണേ. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.